മലൈക്കോട്ടെ വാലിബൻ റിവ്യൂ. മൈ ഒപ്പീനിയൻ, 2024 ഏറ്റവും പ്രതീക്ഷയുള്ള പടം. നെഗറ്റീവ് റിവ്യൂ ആണ് പുറത്തു വരുന്നത്. ജനങ്ങൾക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഫാൻസിനടക്കം ഇഷ്ടപ്പെട്ടിട്ടില്ല. എക്സ്പെരിമെൻ്റ്, ലിജോ ജോസ് പെല്ലിശ്ശേരിൻ്റെ 4ാമത്തെ പടം. ഡബിൾ ബാരൽ, ഹൈലി എക്സ്പെരിമെൻ്റലായിട്ടുള്ളൊരു പടമായിരുന്നു. ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, സണ്ണി വെയിന്, ആസിഫ് അലി, ആര്യൻ, ഒരുപാട് ആളുള്ള ഒരു എക്സ്പെരിമെൻ്റ് പടമായിരുന്നു അത്. ഡബിൾ ബാരൽ. ഞാൻ VCDയിലാണ് കണ്ടത്. ലൈലയില്ലാതെ മജ്നു ഇല്ല, മജ്നു ഇല്ലാതെ ലൈലയില്ല, ഒരു പച്ചക്കല്ലും ഒരു ചുവന്ന കല്ലും, രത്നക്കല്ല്, അതിൻ്റെ പിന്നാലെയുള്ള ഒരു ഹണ്ടാണ്. പക്ഷെ അതിൽ നല്ല സീക്വൻസുകൾ, ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ബേസ്മെൻ്റ് എന്നുള്ള സെക്കൻഡ് ഹാഫിലുള്ള അതിൻ്റെ ക്യാപ്ഷൻ തന്നെ അടിയില്ല വെടി മാത്രം എന്നായിരുന്നു. പക്ഷെ അത് ചീറ്റിപ്പോയി ബോക്സ് ഓഫീസിൽ, ആരും കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഒരു എക്സ്പെരിമെൻ്റ് പടം എന്നുള്ള രീതിയിൽ അതൊരിക്കൽ കണ്ടിരിക്കേണ്ട പടം തന്നെയായിരുന്നു ഡബിൾ ബാരൽ. ലിജോ ജോസ് പെല്ലിശ്ശേരിൻ്റെ പടമാണെന്ന് പോലും അത് പലർക്കും അറിയില്ല. 4ാമത്തെ പടമാണ്. ഫസ്റ്റ് പടം നായകനായിരുന്നു, പിന്നെ ആമേൻ. 4ാമത്തെ പടമാണ് ഈ ഡബിൾ ബാരൽ. പിന്നീട് എടുത്ത പടങ്ങൾ ആണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ഈമയോ, ജല്ലിക്കെട്ട് മുതലാക്കുന്ന അവാർഡുകളൊക്കെ വരാൻ തുടങ്ങിയതും ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയതും. പിന്നെ നൻപകൽ നേരത്ത് മയക്കം വന്നു, അങ്ങനെ. അപ്പോൾ ഈ പടം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ളൊരു പടം. ഫസ്റ്റ് ഡേ റെസ്പോൺസ് മോശമാകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വിധി എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയുന്നു എന്നുള്ളത് പ്രസക്തമല്ല. പിന്നെ എന്നോട് പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ, പടത്തിൽ ഒരുപാട് ലാഗ്, ഫസ്റ്റ് ഹാഫിൽ ലാഗ്, പാട്ടുകൾ നല്ല പാട്ടുകളാണെങ്കിലും ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസുകളൊക്കെ, നല്ല സീക്വൻസുകളൊക്കെ ഉണ്ട്. പിന്നെ ലോജിക്കിൻ്റെ ഒരു ലെവലേശം നമ്മൾ ലോജിക് മൈൻഡും കൊണ്ട് തിയേറ്ററിലേക്ക് പോകേണ്ട കാര്യമില്ല. ലിജോ പറഞ്ഞ പോലെ മുത്തശ്ശി കഥ കണ്ടിരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അമർചിത്ര കഥ കണ്ടിരിക്കുന്നത് പോലെയോ കണ്ടിരിക്കണം. രജനീകാന്തിനെല്ലാം വെല്ലുന്ന രീതിയിൽ, രജനീകാന്ത് പടങ്ങളെല്ലാം വെല്ലുന്ന രീതിയിൽ ലോജിക്കില്ലായ്മ ആക്ഷൻ സീക്വൻസിലെല്ലാം കാണാവുന്നതാണ്. പ്രത്യേകിച്ചും ആ തൂണ് പൊരിച്ചിടുന്ന രംഗവും ഒക്കെ ഒരിക്കലും വലിയ കിൻഡൽ കണക്കിന് തൂക്കമുള്ള 2 തൂണ് പൊരിച്ചിടുന്നതും പിന്നെ തോക്കുമായിട്ട് വെക്കുന്നവരൊക്കെ വെറുതെ നോക്കിക്കുന്നതും അവസാനം ചാവുന്നതും. അപ്പോൾ അത് ഒരു സംഭവം മലയാളി ഓഡിയൻസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്, ഒരു മിനിമം നിലവാരത്തിന് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിപ്പോയത് ആണ് ഇതിൻ്റെ പരാജയം എന്ന് പറയേണ്ടി വരും. എത്രയോ ബഡ്ജറ്റ് ചിലവാക്കിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ ചില സീക്വൻസുകളെല്ലാം എടുത്തതിൻ്റെ പിന്നിലുള്ള എഫേർട്ട്, അത് പിന്നെ പ്രശംസിക്കാതെ വയ്യ. പിന്നെ മോഹൻലാലിൻ്റെ പടമായതുകൊണ്ട് മാത്രം, ഇതിപ്പോൾ മമ്മൂട്ടിൻ്റെ പടമായിരുന്നെങ്കിൽ വലിച്ചു കീറാൻ മോഹൻലാൽ ഫാൻസ് മുൻപന്തിയിൽ ഉണ്ടാവുമായിരുന്നു. ഈ ലോജിക്കില്ലായ്മയും ഈ രജനീകാന്തിനെ വെല്ലുന്ന ഈ അമാനുഷികതയും പിന്നെ ഈ പാട്ടുകളും ഈ ലാഗും. പടത്തിൽ പറയാൻ മൈനസ് ഒരുപാടുണ്ട്. പക്ഷെ അതൊരു എക്സ്പെരിമെൻ്റൽ പടം എന്നുള്ള രീതിയിൽ യാതൊരു മുൻവിധികളും ഇല്ലാതെ, സത്യത്തിൽ എനിക്ക് ഞാനൊരു മുൻവിധി, ഒരു പ്രതീക്ഷയൊന്നും വെക്കാണ്ടാന്ന് പോയത്. അതുകൊണ്ട് ഇങ്ങനെ കണ്ടിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു 2 അടിച്ചിട്ട് പോയിട്ട് ഇങ്ങനെ കണ്ടിരിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിലുള്ള ആക്ഷൻ സീക്വൻസുകളും. പിന്നെ എക്സ്പെരിമെൻ്റൽ പടം ഡബിൾ ബാരൽ പറ്റുവാണെങ്കിൽ നിങ്ങൾ OTTയിലോ, കാണാത്തവരുണ്ടെങ്കിൽ OTTയിലോ VCD എടുത്തിട്ടോ കാണാൻ നോക്കുക. രസമുള്ള പടമാണ്. അത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇതും ട്രൈ ചെയ്യാവുന്നതാണ്. ഹൈ സ്റ്റാർ കാസ്റ്റ് ഉള്ളൊരു പടമാണ്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ഞാൻ പറഞ്ഞില്ല, ആസിഫ് അലി, സണ്ണി വെയിൻ, ആര്യൻ, ചെമ്പൻ വിനോദ്. അതിലിങ്ങനെ പിന്നെ ഡ്രഗ് യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന ഫീലിങ്ങിൽ ഇങ്ങനെ ക്യാമറ ട്വിസ്റ്റ് ചെയ്തെല്ലാം കാണിക്കുന്ന രംഗങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കോമഡി ആക്ഷൻ സീക്വൻസുകൾ, പിന്നെ പറഞ്ഞ ബേസ്മെൻ്റ് എന്നുള്ള ഒരു ആക്ഷൻ സീനുണ്ട്. അപ്പോൾ അതുപോലെ ഇതിൽ പാട്ടുകളെല്ലാം ഇങ്ങനെ വരുന്ന, പിന്നെ സ്റ്റോറി ലൈനെല്ലാം പ്രഡിക്റ്റബിൾ ആണ്. ഞാൻ ഇന്നലെ ലാസ്റ്റ് റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ലോൺ വാറിയറും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും ഇങ്ങനെ അതിജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സൂപ്പർ ഹീറോ ആണ്. പറയത്തക്കതായിട്ടുള്ളൊരു സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഇല്ല. മനസ്സിലായില്ലേ?
അപ്പോൾ അതിൽ സങ്കടമുണ്ട്. കാരണം മോഹൻലാലിൻ്റെ ഒരു കരിയറിൽ ഇപ്പോൾ ഡൗൺ പീരീഡായിട്ട് നിൽക്കുന്ന സമയത്ത് മോൺസ്റ്റർ, എലോണ്, അങ്ങനെ കുഞ്ഞാലി മരക്കാർ 4-5 പടം വൻ ഫ്ലോപ്പായിട്ട് നേരിലൂടെ ജസ്റ്റ് ഒന്ന് റിക്കവറായി വരുമ്പോൾ ഇതൊരു സംഭവം, ഒരു വലിയ സംഭവമായിരുന്നെങ്കിൽ ഇതിൻ്റെ തിയേറ്റർ കളക്ഷൻ, ബോക്സ് ഓഫീസ് കളക്ഷൻ ചിലപ്പോൾ ഇതിനെ ബാധിക്കില്ലായിരിക്കാം. ഈ ഒരു അഭിപ്രായം ബോക്സ് ഓഫീസ് കളക്ഷനെ ബാധിക്കുമായിരിക്കാം, ഇല്ലായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ അഭിപ്രായം മുഖ്യമാണ് ബിഗിലെ എങ്കിൽ മിക്സഡ് അഭിപ്രായം തന്നെയാണ് എല്ലാവരെയും പോലെ. ഫുൾ നെഗറ്റീവ് ഞാൻ പറയുന്നില്ല, എന്നാൽ ഭയങ്കരം, സൂപ്പർ, ബ്രഹ്മാണ്ഡം, അടിപൊളി എന്നും പറയാനാവില്ല. പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്ത എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ച് ക്യാൻസൽ ചെയ്യണോ, ഭയങ്കര നെഗറ്റീവ് വരുന്നല്ലോ എന്നൊക്കെ. ഞാൻ പറയുന്ന ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനൊന്നും നിൽക്കണ്ട. ടിക്കറ്റ് എടുക്കാത്തവർ വേണമെങ്കിൽ 2 വട്ടം ചിന്തിക്കുന്നത് നന്നായിരിക്കും. വല്ല OTT-ലോ മറ്റോ കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെ. കാരണം ആക്ഷൻ സീക്വൻസുകൾ പോലും ഈ കളരി കുസ്തി പോലുള്ള സംഭവമാണ്. ഈ ഒരുപാട് ലാഗും ഇതും വരുന്ന കാരണം വെർപ്പിക്കൽസ് രംഗങ്ങൾ, പാട്ട്, പിന്നെ ലാഗ്, പിന്നെ നാടകീയത. ഈ ബാഹുബലി KGF ടീം കൊണ്ടുവന്ന ഒരു നാടകീയത ഉണ്ടല്ലോ, ഡയലോഗിലെല്ലാം ഉള്ള ഒരു നാടകത്തിലുള്ള പോലെ. അച്ഛൻ എന്നോട് അന്ന് പറഞ്ഞില്ലേ, അമ്മേ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, നാടകീയത അതും ചടപ്പാണ് ശരിക്കും. അപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരിൻ്റെ ഒരു ഹൈ ലെവൽ കിളിപോയ എക്സ്പെരിമെൻ്റാണിത്, മനസ്സിലായ. അപ്പോൾ കിളിപോയ മൂഡിൽ പോയിരുന്നിട്ട് ഇങ്ങനെ വായും പൊളിച്ചിരുന്നിട്ട് ഇങ്ങനെ കാണാമെന്നല്ലാണ്ട് യാതൊരു ലോജിക്കോ പറയത്തക്കതായിട്ടുള്ള സ്റ്റോറി ലൈനോ പറയത്തക്കതായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. പക്ഷേ ക്യാമറ പറയാതെ വയ്യ. ക്യാമറ വർക്ക്, BGM, മ്യൂസിക്, ഉള്ള ഒരു സാധനം ഇടക്കിടക്ക് വരുന്നുണ്ട്. പിന്നെ വിസിൽ, BGM എല്ലാം ശരിക്കും പറഞ്ഞാൽ സൂപ്പറാണ്. BGM, മ്യൂസിക്, പാട്ടുകളും നല്ല പാട്ടുകളാണ്. 4-5 പാട്ടുകളുണ്ട്. ഇപ്പം അങ്ങനെ പാട്ടുകൾ കൂടുതലില്ലല്ലോ. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 2 പാട്ടെങ്ങാനും, 2-3 പാട്ട്. സെക്കൻഡ് ഹാഫിൽ വീണ്ടും 1-2 പാട്ട്. ഒന്നൊരു ഇമോഷണലി കണക്റ്റ് ആവാത്ത രീതിയിലുള്ള. പിന്നെ ലാസ്റ്റിലെത്തുമ്പോഴേക്കും ചെറിയ ഒരു സീക്വൻസ് സ്റ്റോറിയൊക്കെ വരുമ്പോൾ ലാസ്റ്റ് എൻഡിങ് ആകുമ്പോഴേക്കുള്ള ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ മോശമില്ല, തിരക്കില്ല, അപ്രതീക്ഷിതമായിട്ടുള്ള. എന്തായാലും നിങ്ങൾക്ക് വിട്ടു വന്നിരിക്കുന്നു, ഒന്നും പറയുന്നില്ല. ഇറ്റ്സ് അപ് ടു യു ടു ഡിസൈഡ്. കാണാം, കാണാതിരിക്കാം, ടിക്കറ്റ് എടുക്കാം, ടിക്കറ്റ് എടുക്കാതിരിക്കാം, ഇനി കണ്ടിട്ട് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. എനിത്തിങ് ഈസ് പോസിബിൾ. റിവ്യൂവിന് വലിയ പ്രസക്തിയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങേയറ്റം നിരാശനൊന്നുമില്ല, മുഴുവൻ കണ്ടിരുന്നു, ഫുള്ള് കണ്ടിരുന്നു. എനിക്ക് ഈ ലാഗും കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല. അത് കാണണമെന്ന് വിചാരിച്ചാൽ അത് മുഴുവനായിട്ടും കണ്ടിരിക്കും. പ്രത്യേകിച്ചും റിവ്യൂ ഒക്കെ പറയാനുള്ളതാണ്. പക്ഷേ ഫീൽ ചെയ്തു, ആ ഒരു സംഭവം ഫീൽ ചെയ്തു. ഒരു ബോറടി, ഒരു വിരസത, അല്ലെങ്കിൽ ഒരു കഥയിലൊരു കണക്റ്റ് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം. പക്ഷെ ഇങ്ങനെ ഇനി എന്താ ഒരു ആക്ഷൻ വരാനുണ്ട്, മറ്റവനെ ചാമ്പാനുണ്ട്, അത് നോക്കാം, ഇത് നോക്കാം. വില്ലൻ നന്നായി ചെയ്തിട്ടുണ്ട്. പുതിയ ആളാണ്. വില്ലൻ്റെ ഒരു വില്ലൻ ചിരിയല്ലോ. ആ ചമന്തകൻ എന്താ അവൻ്റെ പേര്, വില്ലൻ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ അറിയുന്ന നടന്മാരാരും തന്നെ ഇല്ല. ആകെയുള്ള ഹരീഷ് പേരടിയാണ് മെയിൻ റോള്. മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ ഹരീഷ് പേരടി. ഓന് അധികം ആൾക്കാർക്ക് അറിയാത്തതാണ്, എന്നാലും ഓന് ഇമ്മാതിരി കുറേ പടത്തിലുണ്ട്. അയാൾക്കൊരു മെയിൻ റോളാണ്. പിന്നെ പറയത്തക്കതായിട്ടുള്ള ആക്ടേഴ്സൊന്നും ആരുമില്ല. മെയിനായിട്ട് BGM തിരക്കില്ല, ക്യാമറ തിരക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റും മേക്കിങ്ങും എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷേ എവിടെയോ ഓവർ എക്സ്പെരിമെൻ്റ് ചെയ്തതിൻ്റെ, ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളറിയില്ല, നമ്മൾ ഈ കെമിസ്ട്രി ലെവലിലും പഠിച്ച പോലെ ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഇങ്ങനെ ടെസ്റ്റ് ട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ ചിലത് പിന്നെ പുക വരും, ചിലത് ചീറ്റും, ചിലത് പൊട്ടും, ചിലത് കെട്ടമുട്ടനെ മണം വരും എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു എക്സ്പെരിമെൻ്റ് ആയിപ്പോയി എന്നാണ് തോന്നുന്നത്. എന്തെന്നാലും ഒന്ന് കണ്ടുകളാ. ആയിരക്കണക്കിന് ആൾ, നൂറുകണക്കിന് ആൾ രാജസ്ഥാനിലെ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് ലാസ്റ്റ് ഒരു പ്രൊസഷൻ്റെ ഒരു റാലിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് മാസ്കും മുഖംമൂടിയിൽ ഇട്ടിട്ടുള്ള രംഗമൊക്കെ, ആയിരക്കണക്കിന് ആളുകളാണ്. ഹെവി ബഡ്ജറ്റ്. നൻപകൽ നേരത്ത് മയക്കെല്ലാം ചെറിയ ബഡ്ജറ്റിൽ എടുത്താലും മമ്മൂട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
അത്യാവശ്യം സേഫായിട്ട് അത് അഭിപ്രായവും നേടി, പെർഫോമൻസും കാഴ്ചവെക്കാൻ പറ്റി മമ്മൂട്ടിക്ക്, കളക്ഷനും സേഫാക്കി. ഇതിപ്പോൾ മോഹൻലാലിനെ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഫുള്ളായിട്ട് കണ്ടിരിക്കാൻ പറ്റി. മോഹൻലാലിൻ്റെ ഞാൻ നേര് പോലും കണ്ടിട്ടില്ലായിരുന്നു, പക്ഷേ ഇതായിരുന്നു എനിക്ക് പ്രതീക്ഷ. അപ്പോൾ ഇതിങ്ങനെ മോഹൻലാലിങ്ങനെ കുറേ നേരം കണ്ടിരിക്കാൻ പറ്റി. മോഹൻലാലിൻ്റെ അടിയും മോഹൻലാലിൻ്റെ കരച്ചിലും ചിരിയും. തേന്മാവിൻ കൊമ്പത്ത് ഇടക്കിടക്ക് ഓർമ്മ വരുന്നുണ്ട്, കാരണം ഫുൾ കാളവണ്ടിയിലാണ് പരിപാടി, യാത്രയും ഫുൾ കാളവണ്ടിയാണ്. അതുകൊണ്ട് തേന്മാവിൻ കൊമ്പത്ത് യാതൊരു കണക്ഷനും ഇല്ലെങ്കിലും തേന്മാവിൻ കൊമ്പത്ത് ഇടക്കിടക്ക് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞ പോലെ യോഷിംബോ ജാപ്പനീസ് പടത്തിൻ്റെ ഇൻസ്പയർഡ് അക്കീറോ കുറോസാവ എന്ന് പറയുന്ന ജാപ്പനീസ് ബ്രഹ്മാണ്ഡ ഡയറക്ടർ, ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ ഫിലിം മേക്കേഴ്സിൽ ഒരാളായ അക്കീറോ കുറോസാവൻ്റെ യോഷിംബോ എന്ന് പറയുന്ന ഒരു സമുറായി പടം. അത് വിഖ്യാത പടങ്ങൾ റാഷമോണൊക്കെ എടുത്ത ആളാണ്. റാഷമോണിൻ്റെ ഇൻസ്പയർഡ് ആണ് കമലഹാസൻ്റെ വിരുമാണ്ടി എന്ന് പറയുന്ന പടം. അപ്പോൾ അയാളെ പടത്തിൽ ഇൻസ്പയർഡ് ആയിട്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ കുറോസാവൻ്റെ ആൾക്കാരും ഫാൻസൊന്നും കേൾക്കണ്ട. മോഹൻലാൽ അമേരിക്കയിൽ നിന്ന് അത്രേ കാണുന്നത്. അമേരിക്കയിലൊക്കെ ഒരുപാട് തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. വൻ ഹൈപ്പോട് കൂടി തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷേ വാട്ട് ടു സേ, വെരി അൺഫോർച്ചുനേറ്റ്, വെരി സോറി അബൌട്ട് ഇറ്റ്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ലാൽ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ലിജോ. താങ്ക് യു. ലൈക്ക് ചെയ്യണം വീഡിയോ. പിക്ചർ ലൈക്കായില്ലെങ്കിലും റിവ്യൂ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്താ പറയേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു എനിക്ക്. പടത്തിനെക്കുറിച്ച് ഇപ്പോൾ എന്താ പറയുക, തിയേറ്ററിനകത്ത് വെച്ച് തന്നെ എനിക്ക് ഏകദേശം ജനങ്ങളെ മൂഡ് മനസ്സിലായി. ഫാൻസും ചിലർ കൂക്കി വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചിലർ കോട്ടുവായി ഇടുന്നുണ്ടായിരുന്നു, ചിലർ ബോറടീൻ്റെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് സെക്കൻഡ് പാർട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ചപ്പോൾ വരണ്ട, വരൂല, കാണണ്ട എന്നാ പറയുന്ന ആൾക്കാർ. സത്യം, എൻ്റെ അനുഭവം. ഫാൻസ്, ഈ ഓഡിയൻസേ കൂടുതലും ഫാൻസ് ആയിരിക്കുമല്ലോ ഈ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ എന്നെല്ലാം പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് മലൈക്കോട്ടെ 2 എന്ന് പറഞ്ഞിട്ട് കാണിച്ചപ്പോൾ, വരുന്നു എന്നിട്ട് കാണിച്ചപ്പം വരണ്ട, കാണൂല എന്നൊക്കെ പറയുന്നുണ്ടപ്പോൾ സത്യത്തിൽ വിഷമവും സങ്കടവും തോന്നി. ശരിയാവും, ഇനി മോഹൻലാലിൻ്റെ എംപുറാൻ ആയിരിക്കും ചിലപ്പോൾ പൊളിച്ചെടുക്കാൻ വരുന്നത് എന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു. വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.